ഹായ് ഓൾ. ഞങ്ങൾ ഇന്ന് രാവണപ്രഫുല്ല പാട്ടൊക്കെ കേട്ട് പോകുന്നത് ഏറ്റവും മനോഹരമായൊരു സ്ഥലത്തേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ബീച്ചിൽ പോകാനല്ലേ. അപ്പം സോൻസിയിൽ നിന്നൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള 3 മലനിരകൾ ചേർന്നിട്ടുള്ള ഒരു ബീച്ചിൽ, അതിൻ്റെ പേര് തന്നെ 3 ക്ലിഫ് ബേ എന്നാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കണം. അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. പക്ഷേ ആ നടക്കുന്ന വഴി വളരെ മനോഹരമാണ്. ഈ ചെറിയ റോഡിൽ കൂടെ നടന്ന് നമ്മൾ ചെല്ലുന്ന കല്ല് വിരിച്ചിട്ടുള്ള നടപ്പാതയുണ്ട് താഴത്തേക്ക്. അപ്പം ഇതാണ് അതിൻ്റെ വ്യൂ. മേളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന വ്യൂ ആണിത്. നമുക്കില്ലേ ആ ദൂരെ കാണാം 3 ക്ലിഫ്, 3 മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബീച്ചിന് 3 ക്ലിഫ് ബേ എന്ന പേര് വന്നത്. താഴെ നല്ല രസമാണ്. നമ്മളിനി ഇവിടുന്ന് നടന്ന് താഴെ ഇറങ്ങിയ നമുക്ക് ആ ബീച്ചിലോട്ട് പോവാം. മേലിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. നമ്മൾ യെല്ലോ കളറില നിറയെ പൂക്കൾ നിൽപ്പുണ്ട് ഇതിൻ്റെ വൺ സൈഡിൽ. നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിറങ്ങുന്ന ആ വഴിയാണ് കാണുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. എന്നിട്ട് താഴത്തെ മലനിരകളൊക്കെ കണ്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. നല്ല ഭംഗിയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ നടന്ന് താഴെ എത്തി. ഇവിടെ നടന്ന് താഴെ എത്തി കഴിഞ്ഞിട്ട് താഴെ ചെറിയ റിവർ പോലെ പോണ്ട് പോലെയൊക്കെ ഉണ്ട്. നമ്മളവിടെ താഴത്തിറങ്ങിക്കഴിഞ്ഞാൽ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് വൺ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് നടക്കാൻ ചെറിയ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. അവിടുത്തെ വ്യൂ ആണിത്. ആ കല്ലിൽ കൂടെ നടന്ന് വേണം നമ്മൾ ഇപ്പുറ സൈഡിൽ എത്താനായിട്ട്. അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അന്നേരം നടക്കാനും. അവിടെ ആ ദൂരെ കാണുന്നത് കാസ്റ്റിലാണ്. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. ഇനി ഞങ്ങൾ പിള്ളേരുമായിട്ട് വരുമ്പോൾ പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാനായിട്ട്. நேரம் இல்லை காதல் ரதியே ரதியே, உன் பெயரை சொன்னால் போதும் என்று வழிவிடும் காதல் நதியே. என் சுவாசம் உன் மூச்சில், உன் வார்த்தையின் பேச்சில், 5-6 நூற்றாண்டு வாழ்வோம்.